ഇന്ത്യയുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് എക്സ്ട്രാ 10 kg ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്റ്റുഡൻസിനുണ്ട്. ഹൗ ടു പാക്ക് യുവർ ബാഗ് ഇൻ ഫ്ലൈറ്റ് ജേർണി. ക്യാരി ബാഗേജിൽ നമുക്ക് പവർ ബാങ്ക്സ്, ലാപ്ടോപ്സ്, കേബിൾസ്, പെൻഡ്രൈവ്സ്, കീ, ഓർണമെന്റ്സ് അങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ട് പറ്റും. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ എയർലൈൻസും കൺട്രിയും ടിക്കറ്റിന്റെ കാറ്റഗറി അനുസരിച്ച് മാറും. 2 ടൈപ്പ് ലഗേജ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒന്ന് ഹാൻഡ് ലഗേജും ക്യാബിൻ ലഗേജ്. ഹാൻഡ് ലഗേജ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റിനനുസരിച്ച് നിങ്ങളുടെ ബാഗേജ് ലഗേജ് കപ്പാസിറ്റി ചേഞ്ച് ആയിരിക്കും. ഓരോ എയർലൈൻസിനും അവരുടേതായ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. 5 കാറ്റഗറിയിൽ നമുക്ക് പാക്കേജിന് തരംതിരിക്കാം. ഇലക്ട്രോണിക്സ്, വാല്യുബിൾ, ഇമ്പോർട്ടഡ് ഡോക്യുമെന്റ്സ്, മെഡിസിൻ, ഫ്ലേമബിൾ ഐറ്റംസ്. ലഗേജ് ബാഗിൽ നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വെക്കാൻ പാടില്ല. എക്സാമ്പിൾ പവർ ബാഗ്, ലാപ്ടോപ്സ്, ക്യാമറ, ഓർണമെന്റ്സ്, ഗൺ പൗഡർ, ചാർജ് കേബിൾ, ലിഥിയം അയൺ ബാറ്ററി, മാച്ച് ബോക്സ്. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് നമ്മളിപ്പോഴും ക്യാരി ചെയ്യുന്ന ബാഗിലായിരിക്കണം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത്. മെഡിക്കൽ ടാബ്ലറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്രിസ്ക്രിപ്ഷനുള്ള ടാബ്ലറ്റ് ആണെങ്കിൽ ഗുണമായിരിക്കും. ലിക്വിഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ആണെങ്കിലും ഐറ്റംസ് ആണെങ്കിലും അതിനെല്ലാത്തിനും ചില ഫ്ലൈറ്റിൽ ലിമിറ്റേഷൻസ് പറയുന്നുണ്ടാവും. ഇത്ര ml മേളിലേക്കുള്ള ലിക്വിഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല. ഫേമബിൾ ഐറ്റംസിൻ്റെ അത് നമ്മുടെ മാച്ച് ബോക്സ് അല്ലെങ്കിൽ കത്തിപ്പിടിക്കുന്ന എന്തെങ്കിലും മെർക്കുറി അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ഫ്ലൈറ്റിൻ്റെ അത് അലോഡ് അല്ല. ഇന്ത്യയുടെ ഫ്ലൈറ്റിൻ്റെ അത് എക്സ്ട്രാ 10 kg ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ നമ്മുടെ ലഗേജ് കൂടിപ്പോയാലോ ലഗേജിന്റെ തൂക്കം കൂടിപ്പോയാലോ 1 മണിക്കൂർ മുമ്പ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെയോ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ തന്നെ 2 മണിക്കൂർ മുമ്പോ നമുക്ക് ഒന്നെങ്കിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൾ സെന്ററിലോ വിളിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങൾ എടുക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സെപ്പറേറ്റ് കോളം തന്നെ ഉണ്ടാവും. ചില കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഗേജിന്റെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത്ര ഹൈറ്റ്, ഇത്ര വീതി, ഇത്ര നീളമുള്ള ബാഗേജ് വേണമെന്നുള്ള സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ നേരത്തെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് പോകേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കുക. എയർലൈൻസിന്റെയോ കൺട്രിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിന്റെ കാറ്റഗറീസ് അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.